അടുത്തൊരു ടേമാണ് കൊറോണ ഡിസ്ചാർജ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കൊറോണയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. കൊറോണ എന്ന് പറഞ്ഞാൽ ക്രൗൺ എന്നൊക്കെയാണ് മീനിങ്. അപ്പൊ കൊറോണ ഡിസ്ചാർജ് എന്താന്ന് പറയാം, ശ്രദ്ധിക്കൂ. അപ്പൊ നമുക്കൊരു കണ്ടക്ടർ എടുക്കാം. ഒരു കണ്ടക്ടർ, ഓക്കെ. അപ്പൊ ഒരു കണ്ടക്ടർ, അതിന് ഷാർപ്പ് ടിപ്പുണ്ട്, ഷാർപ്പായിട്ടുള്ള ടിപ്പുണ്ട്, ഓക്കെ. ഈ കണ്ടക്ടറിനെ ഞാൻ ചാർജ് ചെയ്യാണ്. അപ്പൊ ഇതിന് ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുക്കുകയാണ്. ചാർജ് കൊടുത്തു, ഓക്കെ. അപ്പൊ ഇതിന് പോസിറ്റീവ് ചാർജ് കൊടുത്തു വെച്ചിരിക്കുകയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ ഏരിയ? അപ്പോഴേ ടിപ്പിന്റെ ഏരിയ കുറവാണ്. ഏരിയ കുറവാകുമ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കില്ലേ? അപ്പോ ഈ ടിപ്പിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതായത് ചാർജസ് എല്ലാം കൂടെ ഇവിടെ വന്ന് അങ്ങ് അക്യുമുലേറ്റ് ചെയ്യും. ഈ പോസിറ്റീവ് ചാർജ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും. എവിടെ? ഈ പോസിറ്റീവ് ടിപ്പിന്റെ അറ്റത്ത്, ഓക്കെ. അപ്പൊ എന്താണ്? ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനെ നിങ്ങൾ ചാർജ് ചെയ്താൽ അതിലെ ചാർജ് എല്ലാം കൂടെ എവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും? ആ ടിപ്പിന് ചുറ്റും വന്ന് അക്യുമുലേറ്റ് ചെയ്യും. നിങ്ങൾ തന്നെ ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത് ഇരിക്കുന്നത്, ഈ ടിപ്പ് ഇരിക്കുന്നത് എയറിലല്ലേ? അപ്പൊ എയർ ഈ പോസിറ്റീവ് ടിപ്പുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ന്യൂട്രൽ എയർ പോസിറ്റീവ് ടിപ്പുമായിട്ട് കോണ്ടാക്ട് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ന്യൂട്രൽ എയറിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടും. എയറിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടും, ശരിയല്ലേ? അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടി, അപ്പൊ അവിടെ പോസിറ്റീവ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഇവിടെ നിന്നെല്ലാം ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടി, ശരിയല്ലേ? അപ്പൊ ഇവിടെ നല്ല ഇലക്ട്രോൺസ് ചാടിയാൽ ഇവിടെയൊക്കെ പോസിറ്റീവ് ആയി. അപ്പൊ ഇപ്പൊ സംഭവിച്ച കാര്യം നോക്കൂ. ചുറ്റുമുള്ള എയറിന് ചാർജ് കിട്ടിയത് കണ്ടോ? അപ്പൊ ചുറ്റുമുള്ള എയറിന് ചാർജ് കിട്ടി. അപ്പൊ ചുറ്റുമുള്ള എയർ അയണൈസ് ചെയ്തു. അപ്പൊ ചുറ്റുമുള്ള എയർ അയണൈസ് ചെയ്തു, ഓക്കെ. അപ്പൊ ചുറ്റുമുള്ള എയർ അയണൈസ് ചെയ്തു. അപ്പൊ ഈ പ്രോസസ് നടക്കുമ്പോൾ ഇത് ന്യൂട്രലൈസേഷൻ പ്രോസസ് അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് കൂടെ ടച്ച് ആയി, അപ്പൊ ക്യാൻസൽ ആയി. അപ്പൊ പോസിറ്റീവ് എഫക്ട് പോയി. അപ്പൊ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. ന്യൂട്രലൈസേഷൻ പ്രോസസ് ആണ്. അപ്പൊ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അത് ഒരു നീല കളർ സ്പാർക്ക് ആയിരിക്കും ഈ ന്യൂട്രലൈസേഷൻ സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഡിസ്ചാർജിനെ പറയുന്ന പേരാണ് കൊറോണ ഡിസ്ചാർജ്. അപ്പൊ നമ്മൾ കാണുന്നത് ഒരു കണ്ടക്ടറിന്, ടിപ്പ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കണ്ടക്ടറിനെ ചാർജ് പിടിച്ചു കൊടുത്താൽ അതിന്റെ ടിപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്പാർക്ക് അടിക്കും. ഈ പരിപാടിയെ വിളിക്കുന്ന പേരാണ് കൊറോണ ഡിസ്ചാർജ്. ഇനി ഈ സ്പാർക്കിന് കാരണം എന്താണെന്നാണ് പറഞ്ഞത്. എന്താണ്? ഈ ടിപ്പും ഈ ചുറ്റുമുള്ള എയറും തമ്മിലുള്ള ഡിസ്ചാർജ് ആണ്, ശരിയല്ലേ? അപ്പൊ എയറിന് ആ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. അപ്പൊ ഈ പരിപാടിയാണ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുക. സോ ഒന്നും കൂടെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. സോ ഇതൊരു കണ്ടക്ടറാണ്, പോയിന്റ് ടിപ്പുള്ള കണ്ടക്ടറാണ്. ഇത് നിങ്ങൾ ചാർജ് കൊടുത്താൽ ചാർജ് ഏറ്റവും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഇതിന്റെ ടിപ്പിന് ചുറ്റുമായിരിക്കും. കാരണം സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ ആണ്. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. ടിപ്പിന്റെ ഏരിയ കുറവാവുകൊണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ചാർജ് എല്ലാം ഇവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഇത്രയും മനസ്സിലായി. അപ്പൊ ഒരു പോയിന്റ് ടിപ്പുള്ള കണ്ടക്ടറിനെ ചാർജ് കൊടുത്താൽ ചാർജ് എല്ലാം കൂടെ അതിന്റെ ടിപ്പിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ടിപ്പ് എയറുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ന്യൂട്രൽ എയറിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും, ശരിയല്ലേ? അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ വന്നാൽ ഇതിന് പോസിറ്റീവ് കിട്ടും, അല്ലെ? അപ്പൊ ഇപ്പൊ ഇവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് ഇലക്ട്രോൺസ് വരും. അപ്പൊ ആ വന്ന സ്ഥലങ്ങൾക്കെല്ലാം പോസിറ്റീവ് കിട്ടും. അപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കൂ, ന്യൂട്രൽ എയറിന് ചാർജ് കിട്ടുന്നുണ്ടോ? അപ്പൊ ഇവിടെയുള്ള എയർ എന്ത് ചെയ്തു? അയണൈസ് ചെയ്തു, ശരിയല്ലേ? അപ്പൊ ചുറ്റുമുള്ള എയർ അയണൈസ് ചെയ്തു. ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇവിടെ വന്ന് ഇതുമായിട്ട് ടച്ച് ആവുന്ന സമയത്ത് ഈ പോസിറ്റീവ് എഫക്ട് അങ്ങ് പോകും, ശരിയല്ലേ? അപ്പൊ അവിടെ ഒരു ന്യൂട്രലൈസേഷൻ പ്രോസസ് അല്ലേ? അപ്പൊ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിന്റെ കളർ ഒരുമാതിരി ബ്ലൂയിഷ് ആയിരിക്കും. അപ്പൊ ഈ പരിപാടി, അപ്പൊ ടിപ്പിന്റെ അവിടെ ബ്ലൂയിഷ് ആയിട്ടുള്ള സ്പാർക്ക് ഇങ്ങനെ പടപട അടിക്കുന്ന ആ പരിപാടിയെ വിളിക്കുന്ന പേരാണ് കൊറോണ ഡിസ്ചാർജ്. അതിന് കാരണം ആ ടിപ്പിലെ ചാർജ് എന്ത് ചെയ്തു പോവുകയാണ്? ഡിസ്ചാർജ് ആയി പോവുകയാണ്. അതിന് പകരം ചുറ്റുമുള്ള എയർ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? അയണൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ടിപ്പിന് ചുറ്റും നമുക്ക് ഒരു പ്ലാസ്മ സ്റ്റേറ്റ് ആണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അയണൈസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ സ്റ്റേറ്റിലെ അയണൈസ്ഡ് കണ്ടീഷൻ ഉണ്ടാവുക. അപ്പൊ ഈ ടിപ്പിന് ചുറ്റും ഏത് കണ്ടീഷനാണ്? അയണൈസ്ഡ് കണ്ടീഷനാണ്. അപ്പൊ ടിപ്പിന് ചുറ്റും ഉള്ളത് പ്ലാസ്മയാണ്, ഓക്കെ അല്ലേ? സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ്സ് once again. Explain corona discharge. So very simple question. Consider a conductor having a pointed end. When it is given charges, the charges accumulate around the pointed tip as the surface charge density there is more. Then what happens? The pointed tip is in contact with the neutral air. So ionization of surrounding area takes place. Discharge takes place at the tip. So a bluish colored spark is produced
This is known by the name corona discharge. Once again, see, this is something like a crown, am I right? So listen, or this spark can be spark is named that way. See, corona discharge. So corona, you have heard this word. See, at the time of solar eclipse surrounding sun, you might have seen this word there. You might have seen that corona. See, isn't it? See, here also we call the same word corona discharge. So what is corona discharge? Consider a conductor having a pointed tip. When it is given charges, the charge density will be maximum around the pointed tip. Then because surface the tip has small area, so surface charge density will be more. Then this tip is in contact with the neutral air, so ionization of surrounding air takes place. Discharge takes place at the tip, so a bluish colored spark is produced. This process is known as corona discharge. Okay, very simple. Once again, you can explain. Consider a conductor having pointed tip. When it is given charges, the charge density will be maximum around the pointed tip, as the area there is less. Then ionization of surrounding air takes place. Discharge takes place at the tip. The bluish colored spark is produced. This process is known as corona discharge. Is it clear?